ഹലോ, ദാ ഈ ഡ്രസ്സിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് തയ്ക്കാൻ എടുത്തിരിക്കുന്ന 3 ടൈപ്പ് മെറ്റീരിയലാണ്. ഒന്ന് നെറ്റിൻ്റെ, ഒന്ന് ജോർജറ്റ്, ഒന്ന് ക്രേപ്പ്. നെറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് 1 മീറ്ററും ബാക്കി 2 വന്നിട്ട് 3 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലാണ്. ആദ്യം ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ 4ആയിട്ട് ഇതൊന്ന് മടക്കിയിടണേ. അതിനുശേഷം യോക്കിന് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അതിനങ്ങനെ അളവും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അത് ഏകദേശം ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം താഴോട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെയും ഒരു 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടയാളപ്പെടുത്തി രണ്ടും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി ചെസ്റ്റ് പോർഷൻ്റെ അവിടെയാണ് കൊടുക്കുന്നത്. അവിടെ ഏകദേശം ഞാൻ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് മൊത്തം 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ അടയാളപ്പെടുത്തുന്നൊന്നും വ്യക്തമായിട്ട് ക്യാമറ കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടുത്ത ആം ഹോൾ വരച്ചു കൊടുക്കാൻ പോകട്ടോ. ഇതുപോലെ ഒരു 1 ഇഞ്ച് ഇട്ടിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കണം. അടുത്തതായി ഇതുപോലെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ലെങ്ത്ത് ഏകദേശം ഞാനൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മൊത്തം 9.5 ഇഞ്ചാണ് അവിടെ വരുന്നത്. ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് നെക്കിൻ്റെ വിഡ്ത്താട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി അതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അതിനുശേഷം അതിലൊരു പ്രിൻസസ് കട്ട് പോലൊരു മോഡൽ വരുന്നുണ്ട്. അതിന് നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കുന്ന 3 ഇഞ്ച് വിട്ട് അത് നമ്മൾ ഇതിലും അടയാളപ്പെടുത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഈ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ മെഷർമെൻറ്റിൽ നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ താഴേക്കുള്ള പോർഷനാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അതാദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതുപോലെ കോണോടൊന്ന് ചെരിച്ച് മടക്കണേ. ഇനി അവിടെ ഇതുപോലെ ഒരു 8.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി ഈ കോർണറിൽ നിന്ന് ആ 8.5 ഇഞ്ച് വരേക്കും എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് നോക്കണം. എനിക്ക് ഏകദേശം ഇവിടെ ഒരു 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 10 ഇഞ്ച് ഇതുപോലെ ഓരോ സ്ഥലത്തും വെച്ചിട്ട് ഒരു കർവ് പോലെ വരച്ചെടുക്കണേ. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് താഴേക്കുള്ള ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ മേലെ വരച്ച് വെച്ചിരിക്കുന്ന ആ 10 ഇഞ്ചിൽ നിന്നുമാണ് താഴേക്ക് 39 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ മേലെ കർവ് പോലെ എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കണം. അതിനുശേഷം ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെട്ടി വന്നപ്പോൾ താഴെ ഭാഗത്ത് കുറച്ച് തുണി ഇല്ലാത്ത പോലെ ഇരിക്കുന്ന കണ്ടോ. അവിടെ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ വെട്ടി മാറ്റുന്ന പീസ് അങ്ങോട്ട് വെച്ച് ജോയിൻ ചെയ്തിട്ട് അവിടെ തയ്ച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ താഴേക്കുള്ള തുണിയുടെ മെയിൻ ക്ലോത്താണ്. അത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനി ഒന്നും കൂടെ നമ്മൾ കോണോടെ മടക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു നെറ്റിൻ്റെ ഒരു പോർഷൻ വരുന്നില്ലേ, അത് വെക്കാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു 20 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണേ. ആ 20 ഇഞ്ചിന് ഏകദേശം നമുക്ക് താഴേക്ക് ഒരു 22 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്കവിടെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കാനായിട്ട് അവിടെ ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ 9 ഇഞ്ചിൽ നിന്ന് നമ്മൾ മേലെ എടുത്ത് വെച്ചിരിക്കുന്ന ആ 20 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണേ. അത് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പത്രപേപ്പർ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു നെറ്റിൻ്റെ പോർഷൻ വരുന്നില്ലേ, അത് കട്ട് ചെയ്യാനായിട്ടാണ് ഈ പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പത്രപേപ്പർ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടണം. നമ്മൾ മുന്നേ മെയിൻ ക്ലോത്തിൽ കൊടുത്തിരിക്കുന്ന അതേ മെഷർമെൻറ്റ് തന്നെയാട്ടോ ഇതിനകത്തും കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ 9 ഇഞ്ചാണ് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ ഈ പേപ്പറിനകത്ത്, അതായത് നമ്മൾ ഈ നെറ്റിൻ്റെ പോർഷനകത്ത് കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അവിടെ 10 ഇഞ്ച് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കൂട്ടി വരച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ നെറ്റിൻ്റെ പോർഷൻ ഈ പേപ്പറിൽ കട്ട് ചെയ്യാനുള്ള കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പറായാൽ നമുക്ക് മാറ്റാം, പക്ഷേ അതൊരു ക്ലോത്തിലോട്ട് വെട്ടി കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഏകദേശം അതുപോലത്തെ ഒരു 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ.
ഇനി ഇതാ നമ്മുടെ യോക്ക് പോർഷനും ബോഡി പോർഷനും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടതിന് ശേഷം നമ്മുടെ ആ പ്രിൻസസ് കട്ട് വരുന്ന ആ ഭാഗത്തുനിന്ന് നേരെ താഴോട്ട്, അതായത് ആ ട്രയാങ്കിളിൻ്റെ മേലെ വരെ ഇതുപോലെ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഞാൻ ആ കാണിച്ചിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ അതൊരു സ്ലീവ്ലെസ് ആണ്, പക്ഷെ ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും ഇതുപോലെ ഒരു പേപ്പറിലാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഇതാ ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് ശേഷം അതൊരു നീളത്തിലൊന്ന് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതാ പത്രം ഇതുപോലെ ഒന്ന് ചെരിച്ച് വയ്ക്കണേ. ഇനി സ്ലീവിന് ലെങ്ത് ആണ് കൊടുക്കാൻ പോകുന്നത്. അത് ഏകദേശം ഒരു 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു 8 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ചാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള ആ 4 ഇഞ്ചിൽ നിന്ന് താഴെയുള്ള 8 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കണേ. അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ താഴെ ഭാഗത്ത് 2 കർവ് പോലെ കൊടുക്കുന്നുണ്ട്. അത് ആദ്യം കൊടുക്കുന്ന കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ പോർഷനാണ്, അതായത് കുഴിച്ച് വെട്ടുന്ന ഭാഗവും. രണ്ടാമത് കൊടുക്കുന്ന കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോർഷനുമാണ്. ഇനി ഇത് ആദ്യം വരച്ചിരിക്കുന്ന ആ വരയിൽ നിന്നും ചെരിച്ച് ഇതുപോലെ ഒന്ന് വരയ്ക്കണേ. ഇനി നമ്മൾ ആ ചെരിച്ച് വരച്ചിരിക്കുന്നതിന് 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ 7 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ആ 8 ഇഞ്ചിലേക്ക് വരയ്ക്കണം. അതിന് ശേഷം താഴെയുള്ള തയ്യൽ തുമ്പുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണേ. അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതായി കുഴിച്ച് വെട്ടാനുള്ളത് അതും കൂടെ ഒന്ന് വെട്ടിയെടുക്കണേ. അപ്പം ഏകദേശം നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് മെയിൻ ക്ലോത്തിലോട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ.